السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ആദ്യമായി അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ ഖുർആനും സുന്നത്തും വഹീൻ്റെ വിജ്ഞാനങ്ങളും നുകരാൻ എത്തുന്നവരുടെ ശ്രേഷ്ഠത, ആ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ നിയ്യത്തായി ഓർക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് ഏതൊരു സമൂഹമാണോ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും വയതദാറസൂനഹു ബൈനഹും, അത് പരസ്പരം പഠിക്കാനും പഠിപ്പിക്കാനും ഒരുമിച്ച് കൂടിയത് എവിടെ? അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ. ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അവർക്കുമേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഇറങ്ങാതിരിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി വഗശ്യതുഹുമുർ റഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അവരെ മൂടിപ്പൊതിയാതിരിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി വഹഫത്ഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർക്ക് സംരക്ഷണം ഒരുക്കി അവരെ മൂടിപ്പൊതിയാതിരിക്കുകയില്ല, വലയം ചെയ്യാതിരിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം മലക്കുകളുടെ സംരക്ഷണം. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അള്ളാഹു അവൻ്റെ സന്നിധിയിൽ ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ അത്തരക്കാരെ സ്മരിക്കുന്നതാണ്. ഈ നാല് ശ്രേഷ്ഠതകൾ, ഈ നാല് മഹാനേട്ടങ്ങൾ, ഇത് സമ്മേളിക്കുന്ന ഒരു സദസ്, ഒരൊറ്റ സദസ്, അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ദീൻ പഠിക്കാൻ വന്നു ചേരുന്ന സദസ്. അതിലാണ് നമ്മളുള്ളത്. സമാധാനം ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാവില്ല. അള്ളാഹു സമാധാനം നൽകാത്ത ഹൃദയത്തിന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയില്ലാത്ത ഹൃദയത്തിന് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് മനുഷ്യൻ്റെ ഹൃദയത്തിന് സമാധാനം കൈവരിക. അള്ളാഹു എന്നുള്ള സമാധാനം ഇറങ്ങുന്ന സദസ്സാണിത്. ഒന്ന്. അപ്പം ഈ സദസ്സിൽ നമ്മൾ ഇരുത്തം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെന്ന നിയ്യത്ത് നമുക്കുണ്ടാകണം. അള്ളാഹു എന്നുള്ള സമാധാനം നമ്മൾ ആഗ്രഹിക്കണം. ഒന്നാമതായി വഗശ്യതുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ ഒരു നന്മയും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു തിന്മയിൽ നിന്ന് നമുക്ക് അകലാൻ സാധിക്കുകയില്ല, പരലോകത്ത് സ്വർഗം നേടാനും സാധിക്കുകയില്ല, അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന സദസ്സാണ്. രണ്ടാമതായി നമ്മൾ ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. മൂന്നാമതായി അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും ഈ സദസ്സിൽ. അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന മജ്ലിസുകളിൽ, മസ്ജിദുകളിൽ മാത്രം പ്രത്യേകമായി വരുന്ന
അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ടുള്ള മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. നമ്മൾ അവരെ കാണുന്നില്ലെങ്കിലും അവർ നമ്മെ കാണുന്നുണ്ടാകും, നമുക്കിടയിലുണ്ടാകും, നമുക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ടാകും, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടാകും, പാപമോചനം തേടുകയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾ ദീൻ പഠിക്കുന്നവർക്ക് വേണ്ടി അവരോടുള്ള അനുമോദക സൂചകമായി, വിനയത്തിന്റെ ഭാഗമായി ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്നാണ്. ചിറകുകളുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. ഭൂമിയിലുള്ള സകലരും, സകല സൃഷ്ടികളും, സകല പടപ്പുകളും, ഹദീസുകളിൽ കാണാം, സമുദ്രത്തിന്റെ അന്തർഭാഗത്തുള്ള മത്സ്യങ്ങളും മാളത്തിൽ ഒളിക്കുന്ന ഉറുമ്പും വരെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നാണ്. അത്തരം സദസ്സിലാണ് നമ്മളുള്ളത്. മൂന്നാമതായി നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ്. നാലാമതായി, സർവോപരി അള്ളാഹു അവന്റെ സന്നിധിയിൽ ഒരു തെറ്റും ചെയ്യാത്ത പാപസുരക്ഷിതരായ മലക്കുകൾക്കിടയിൽ നമ്മെപ്പോലെയുള്ള പാപികളായ ദോഷികളായ മനുഷ്യരാകുന്ന നമ്മെ പരാമർശിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മെ അള്ളാഹു അവന്റെ സന്നിധിയിൽ ഓർക്കുമെന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, ആരാണവൻ? റബ്ബുൽ ആലമീനായ, മലിക്കുൽ ജബ്ബാറായ, റഹ്മാനായ, റഹീമായ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിൽ നമ്മെ ഓർക്കാൻ കാരണമാകുന്ന സദസ്സാണിത്. ദുനിയാവിൽ വേറെ ഏതെങ്കിലും ഒരു സദസ്സിൽ ഇതിൻ്റെ ഏഴയലത്ത് വരുന്ന ഒരു പ്രവർത്തനം, ഒരു നേട്ടം, ഒരു പോരിശ, ഒരു ശ്രേഷ്ഠത നമുക്കെന്നെങ്കിലും ഇലാ യൗമിൽ ഖിയാമ ഒരിക്കലെങ്കിലും സാധിക്കുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിരിക്കുന്ന സദസ്സിൻ്റെ പ്രത്യേകതയും ഗൗരവവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി ഈ പറഞ്ഞ നേട്ടങ്ങൾ നിയത്തായി സ്വരുക്കൂട്ടാൻ തുടക്കത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം, ഈ വിഷയത്തിലേക്ക്, നമ്മുടെ കിതാബിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം, ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ നിയ്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകണം. ദീൻ പഠിക്കാൻ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ എപ്പോഴൊക്കെ എത്തിച്ചേരുന്നു അപ്പോഴെല്ലാം ഈ നിയ്യത്ത് നമ്മൾ പുതുക്കണം, ഇത് വീണ്ടെടുക്കണം. ചില ഹദീസുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ മസ്ജിദുകളിലേക്ക് ദീൻ പഠിക്കാനോ പഠിപ്പിക്കാനോ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയോ വൈകുന്നേരമോ പുറപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ, അവർക്ക് പൂർണ്ണമായ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്നുകിൽ ദീൻ പഠിക്കാൻ, അല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇബാദത്തുകൾക്ക് നിസ്കരിക്കാൻ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ നമ്മൾ വരും. അതിനുമപ്പുറത്ത് ദീൻ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റൊരു ചിന്തയും അലട്ടാതെ അതുമാത്രം നിയ്യത്താക്കി സ്വരുക്കൂട്ടി വന്നാൽ, ഹജ്ജ് ചെയ്യാത്തവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്യാത്തവരുണ്ടാകും. അതൊരു സ്വപ്നമായി, മോഹമായി നടക്കുമോ എന്ന പ്രതീക്ഷയിൽ, ഒരു കിട്ടാക്കനിയായതിനെ പ്രതീക്ഷിക്കുന്നവരുണ്ടാകും. മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവിടെ പോയി ഹജ്ജ് ചെയ്തവരുടെ പ്രതിഫലം അത് ചെയ്യാതെ പൂർണ്ണമായി രേഖപ്പെടുത്തുന്ന മഹത്തായ സദസ്സാണിത്. അതിനെന്ത് വേണം? ഈ നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്നമൽ അഅ്മാൽ ബിന്നിയ്യാത്ത്. നമ്മുടെ പ്രവർത്തനങ്ങൾ നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മൾ ഈ ചെയ്യുന്ന പണി, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നത്, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്നത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദാംശമാണ്. കിതാബു തൗഹീദാണ്. ഇത് നമുക്കെല്ലാവർക്കും, സർവ്വ മനുഷ്യർക്കും, മുസ്ലിമീങ്ങൾക്കെന്നല്ല, ഇസ്ലാമിന് പുറത്തുള്ളവർ ഇത് പഠിച്ചാൽ അവർ ഇസ്ലാമിൻ്റെ മാധുര്യം നുകരും. ഇസ്ലാമിൻ്റെ മനോഹാരിതയിലേക്ക്, വിശാലതയിലേക്ക് അവരുടെ ഹൃദയം വിസ്തൃതമാകും. അവർ പടപ്പുകളുടെ അടിമത്വത്തിൽ നിന്ന്, ദേഹേച്ഛകളുടെ അടിമത്വത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന്, സ്വന്തം തന്നിഷ്ടങ്ങളുടെ മാറാപ്പുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്വത്തിലേക്ക്, വിശാലമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ വരും. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുക, അവൻ്റെ തൗഹീദ് അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. കാരണം ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയും സർവചരാചരങ്ങളുടെയും റബ്ബിന്റെ അടിമകളാണവർ. തൗഹീദ് അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ, മുവഹിദുകൾ, ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ അടിമകളല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കളുടെ അനുയായികളായി അടിമത്തം പേറുന്നവരല്ല, ഏതെങ്കിലും ചിന്താധാരകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, മനുഷ്യർ പടച്ചുണ്ടാക്കിയ ആദർശങ്ങൾ, അതിൽ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന സങ്കുചിതത്വം പേറുന്നവരല്ല അവർ. അതുമല്ലെങ്കിൽ എനിക്കൊരാദർശവുമില്ല, എനിക്കൊരു പ്രത്യയശാസ്ത്രത്തോടും പ്രതിബദ്ധതയില്ല, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന പൈശാചിക ചിന്തക്കടിമപ്പെട്ടവരായിരിക്കും അവർ. ഒന്നുമില്ലാത്തവർ, ഒരു ദീനുമില്ലാത്തവർ,
സ്വന്തം തന്നിഷ്ടങ്ങളുടെ അടിമയെങ്കിലുമായിരിക്കും, അവന്റെ ഇലാഹ് അവന്റെ തോന്നിവാസമായിരിക്കും. പക്ഷെ തൗഹീദുള്ളവർ, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നവർ, അവന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുന്നവർ, മുവഹിദുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഈ സ്വാതന്ത്ര്യം നമുക്ക് എപ്പോഴാണ് അനുഭവിക്കാൻ സാധിക്കുക? ഇതിൻ്റെ രുചിയും മധുരവും ആസ്വാദനവും എപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക? അത് പഠിക്കണം, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു, ഈ ഗ്രന്ഥം അതിൻ്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ഈ അടുത്ത കാലത്ത് അറേബ്യൻ നാടിൽ ജീവിച്ചു മരിച്ചുപോയ 1987 മരണപ്പെട്ട മഹാനായ തഖിയുദ്ദീൻ ഹിലാലി റഹിമഹുല്ലാ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ലോകത്തറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, എപ്പോഴെല്ലാം ഈ കിതാബ് ഞാൻ വായിച്ച് അവസാനിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ഇതാദ്യം മുതൽ വീണ്ടും വായന ആരംഭിക്കും. കിതാബു തൗഹീദ് എന്ന ഈ മഹത്തായ ഗ്രന്ഥം, അല്ലാഹുവിന്റെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്തിന്റെ താല്പര്യവും വിശദാംശവും പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം, അതൊരു മനുഷ്യൻ ഒന്നല്ല രണ്ടല്ല അനേകമല്ല, അവൻ കണക്കില്ലാതെ വായിക്കേണ്ടുന്ന ഗ്രന്ഥമാണ്. ഞാൻ എപ്പോഴെല്ലാം ഇതിന്റെ വായന അവസാനിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം ആദ്യം മുതൽ വീണ്ടും വായന പുനരാരംഭിക്കാറുണ്ട്. വലിയ പണ്ഡിതനായ മഹാനായ തഖിയുദ്ദീൻ ഹിലാലി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, കാരണം ജനങ്ങൾ എന്നും നിത്യവും അവരുടെ തൗഹീദ് പുതുക്കാൻ ആവശ്യക്കാരാണ്. തൗഹീദുള്ളവരുടെ തൗഹീദ് കൂടുതൽ ബലവത്താകാൻ, കൂടുതൽ അത് ദൃഢമാകാൻ ഈ ഗ്രന്ഥം അവരെ സഹായിക്കും. അതുകൊണ്ട് തൗഹീദ് എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ പഠനത്തിൽ നിന്ന് ഒരു ദിവസം പോലും നമ്മൾ അകന്നു നിൽക്കരുത്. ഞാൻ മനസ്സിലാക്കാത്ത തൗഹീദോ, ഞാൻ കേൾക്കാത്ത തൗഹീദിന്റെ പാഠങ്ങളോ, എനിക്കറിയാത്ത പുതിയ കാര്യങ്ങൾ എന്താണ് അതിൽ ചർച്ച ചെയ്യുന്നത്, ഈ ചിന്ത നമുക്ക് പാടില്ല. കേട്ടത് തന്നെയാണല്ലോ ഇത്, ആവർത്തിക്കപ്പെടുകയാണല്ലോ, പറഞ്ഞു തന്നെയാണല്ലോ പറയുന്നത്, തോന്നാൻ പാടില്ല. യഥാർത്ഥ മുവഹിദാണോ അവന് തൗഹീദ് കേൾക്കും തോറും, തൗഹീദുള്ളവനാണോ അവന്റെ തൗഹീദിന്റെ ഈമാനിന്റെ ഉറപ്പ് വർദ്ധിക്കും. അത് കൂടുതൽ ആഴത്തിൽ വേരൂന്നും ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ. അതല്ല എന്തെങ്കിലും വ്യതിചലനം സംഭവിച്ചവരാണോ? തൗഹീദിന്റെ പൂർണ്ണത, ഐച്ഛികമായ പൂർണ്ണതയുണ്ട്, മുസ്തഹബായ പൂർണ്ണത, നിർബന്ധമായ അനിവാര്യമായ പൂർണ്ണതയുണ്ട്. തൗഹീദിന്റെ അടിവേരറുക്കുന്ന അതിനെതിരായ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താനും അവനെ ഇത് പ്രേരിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിവസവും, എൻ്റെ വാക്കുകൾ നിങ്ങൾ അടിവരയിടണം, ദിവസവും നിത്യവും രാവിലും പകലിലും ഉടനീളം ഈ തൗഹീദ് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു കിതാബിൽ അത് പരിമിതപ്പെടുത്തുന്നവരല്ല, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടുന്ന അറിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചതാണ്. ആരോട്? തൗഹീദ് ഉമ്മത്തിന് പകർന്നു തന്ന, തൗഹീദിന്റെ സാക്ഷാത്കാരം ഉമ്മത്തിന് കാഴ്ചവെച്ച നമ്മുടെ റസൂൽ, മുവഹിദുകളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പ്രബോധനത്തിന്റെ ആദ്യ നാൾ മുതൽ അവിടുത്തെ മരണവേളയിൽ അവസാന വാക്കിൽ വരെ ഈ തൗഹീദിന്റെ പാഠം ഉമ്മത്തിനെ കേൾപ്പിച്ചിരിക്കുന്നു. വഅൻദിർ അശീറതകൽ അഖറബീൻ, താങ്കൾ അടുത്ത കുടുംബക്കാരെ ഉത്ബോധിപ്പിക്കുക, താക്കീത് ചെയ്യുക എന്ന പരസ്യ പ്രബോധനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ആയത്തിറങ്ങിയപ്പോൾ സഫാ മലയുടെ മുകളിൽ കയറി നിന്ന് ഉക്കാലയിലും മജന്നയിലും ദുൽമജാസിലും അങ്ങാടികൾ, പുരുഷാരങ്ങൾ ഒരുമിച്ചു കൂടുന്നിടത്ത്, ജനസഞ്ചയങ്ങൾ തടിച്ചുകൂടുന്നിടത്ത്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, മനുഷ്യരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ. അതിന്റെ അർത്ഥമറിഞ്ഞ് ആശയം നെഞ്ചേറ്റി കലിമത്തു തൗഹീദ് നിങ്ങൾ ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുവിൻ. അള്ളാഹുവിന്റെ അടിമത്വത്തിലേക്ക്, ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ. തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യ വാചകം ഇതായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണത്തിന് കാരണമായ കഠിനമായ വേദന സഹിക്കവേ അവിടുത്തേക്ക് ബോധം നഷ്ടപ്പെടുന്നു. അവിടുന്ന് ബോധം വരുമ്പോഴെല്ലാം അവിടുത്തെ അവസാന വേളയിൽ മരണത്തോട് മല്ലിടുമ്പോൾ വരെ അവിടുന്ന് ഉരുവിട്ട വാചകങ്ങളായി ഹദീസുകളിൽ കാണാം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ കേൾപ്പിക്കുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ,
ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ യുഹദ്ദിറു മാ സനഉ. അല്ലാഹുവിന്റെ ശാപകോപങ്ങൾ ജൂതനസാറാക്കൾക്ക് മേലുണ്ടാകട്ടെ. അവരവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആരാധനാ കേന്ദ്രങ്ങളാക്കി. പിന്നീട് അമ്പിയാക്കളെ, മഹാന്മാരെ തന്നെ അവർ ആരാധിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി, അല്ലാഹുവിന് പകരം. നോക്കൂ നിങ്ങൾ, ഇന്ന് മുസ്ലിമുകൾക്ക് ഖബറില്ലാത്ത, ജാറങ്ങളില്ലാത്ത, മക്ബറുകളില്ലാത്ത, ഉറൂസില്ലാത്ത, നേർച്ചയില്ലാത്ത ഒരു ഏർപ്പാടില്ല. ഇസ്ലാമിന്റെ വലിയ ചിഹ്നമായി അന്യമതസ്ഥർ, അന്യ സമുദായം ജാറങ്ങളെയും മക്ബറുകളെയും ഖബറിടങ്ങളെയും വിലയിരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ അവസ്ഥയെ അവസാന ശ്വാസത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കി. തൗഹീദിനെതിരായ ശിർക്കാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. യുഹദ്ദിറു മാ സനഉ. ജൂതനസാറാക്കൾ, അവരുടെ അമ്പിയാക്കൾ അവരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി ശിർക്കിലേക്ക് വ്യതിചലിച്ചത് ഈ ഉമ്മത്തിൽ സംഭവിക്കാതിരിക്കാൻ അവിടുന്ന് താക്കീത് ചെയ്യുകയായിരുന്നു. അവിടുന്ന് അവസാനം ശബ്ദിച്ചതും തൗഹീദിനെതിരായ ശിർക്കിനെതിരെയുള്ള താക്കീതായിരുന്നു. സുബ്ഹാനല്ലാഹ്. മക്കയിൽ 13 വർഷക്കാലം ഈ തൗഹീദ് മാത്രമാണ് അവിടുന്ന് സമൂഹത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. വേറെന്തെങ്കിലും വിധിവിലക്കുകൾ ഇറങ്ങിയോ? നിസ്കാരം പോലും ഹിജറയോടടുത്താണ് ശറഅക്കപ്പെട്ടത്. ബാക്കിയുള്ള നോമ്പും ഹജ്ജും ഇസ്ലാമിന്റെ വിശദാംശങ്ങളെല്ലാം, വിധിവിലക്കുകളെല്ലാം മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷമാണ് ശറഅക്കപ്പെട്ടത്. 13 വർഷക്കാലവും ഈ തൗഹീദിലേക്ക് ക്ഷണിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലത്തിന് ശേഷം മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷം ഇറങ്ങിയ ആയത്താണ് സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. 13 വർഷവും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് മദീനയിൽ ഹിജറയ്ക്ക് ശേഷം അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലെ പഠിക്കുക താങ്കൾ, അറിയുക താങ്കൾ, മനസ്സിലാക്കുക. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹിയേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞവർ മറ്റാരാണ്? 13 വർഷവും അതേ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ച നബിയോട് അല്ലാഹു പറയുന്നു, മദീനയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുക നബിയെ. അപ്പോൾ നമ്മളെ എത്ര അറിയാനും പഠിക്കാനും പഠനവും അറിവും പുതുക്കാനും ബാധ്യസ്ഥരാകുന്നു. ഈ ഒരൊറ്റായത്ത് മതി തൗഹീദ് ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കണമെന്നത്. എത്ര തെളിവുകളാണ് സഹോദരങ്ങളെ! ഒരു മുസ്ലിം നിത്യജീവിതത്തിൽ നിർബന്ധമായും 17 തവണ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം എന്താണ്? തൗഹീദ്. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ രഹസ്യമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു നിനക്ക് മാത്രം, നിന്നോട് മാത്രം ഇബാദത്തുകളും സഹായത്തേട്ടങ്ങളും. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിലുടനീളം തൗഹീദ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവസാനിപ്പിച്ചത് സൂറത്തുൻ നാസിൽ മുഴുവൻ തൗഹീദ്. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അവൻ ആരംഭിച്ചത് തൗഹീദ് കൊണ്ട്, അവസാനിപ്പിച്ചത് തൗഹീദ് കൊണ്ട്. അല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, പരിശുദ്ധ ഖുർആനിലെ സർവ്വ സൂറത്തുകളും സർവ്വ ആയത്തുകളും ഒരു നിലക്ക് അല്ലെങ്കിൽ മറുനിലക്ക് തൗഹീദുമായി ബന്ധിതമാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ ഒഴിച്ചു നിർത്തി മറ്റു 113 സൂറത്തുകളിൽ ഏതായത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തോ, സൂറത്തുൽ ഫാത്തിഹയിലെ ഏതെങ്കിലും ഒരു ആയത്തുമായി അതിനെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. സൂറത്തുൽ ഫാത്തിഹ മുഴുവൻ തൗഹീദാകുന്നു. അതാകുന്നു ഒരു ദിവസം നിർബന്ധമായും ചുരുങ്ങിയത് 17 തവണ. സുന്നത്ത് നിസ്കാരങ്ങൾ അതിനപ്പുറത്ത് നമ്മൾ ആവർത്തിക്കുന്ന സൂറത്ത്, മറ്റൊരു സൂറത്തും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇത്രമേൽ ആവർത്തിക്കപ്പെടുന്നില്ല. എന്താണ് അതിന്റെ രഹസ്യം? തൗഹീദ്, തൗഹീദ്, സുമ്മ തൗഹീദ്. തൗഹീദ് മാത്രമാണ്. തൗഹീദിന്റെ പ്രാധാന്യം എത്രയാണ്! തീർന്നോ? ഒരു മുസ്ലിമിന്റെ ജീവിതം, അവന്റെ ദിനരാത്രങ്ങൾ, അവന്റെ രാവ് അവസാനിക്കേണ്ടത് വിത്ർ നിസ്കാരം കൊണ്ടാണ്. രാത്രി അവൻ അവസാനമായി നിസ്കരിക്കേണ്ടത് ഏതാണ്? വിത്ർ നിസ്കാരമാണ്. രാത്രിയിൽ അവന്റെ അവസാനത്തെ നിസ്കാരം വിത്റാണ്. വിത്റിലെ അവസാന 2 റക്അത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓതാൻ പഠിപ്പിച്ച സൂറത്തുകൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 2 സൂറത്തുകളെ ഉലമാക്കൾ വിളിച്ചു സൂറത്ത അൽ ഇഖ്ലാസ്. അല്ലാഹുവിന്റെ തൗഹീദ് മാത്രം ഉദ്ഘോഷിക്കുന്ന ഇഖ്ലാസ് എന്ന് പേര് വിളിക്കപ്പെട്ട സൂറത്തുകളാണിവ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ നമ്മൾ ഇന്ന് മഗ്രിബിന് കേട്ടു. തൗഹീദ് മാത്രമാണ് അതിൽ. തൗഹീദു അൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്, തൗഹീദുൽ ഖസ്ദി വത്തലബ്. നമ്മുടെ പഠനവും
നമ്മുടെ സ്ഥിരീകരണവും നമ്മുടെ ഉറപ്പായും നമ്മൾ സംഭരിക്കേണ്ടുന്ന തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാകുന്ന തൗഹീദ് സൂറത്തുൽ ഇഖ്ലാസിലുണ്ട്. അല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവാണ്, നമ്മുടെ ഉറപ്പാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ആദർശമാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്, പരാശയമുക്തനാണ്, ഒരാളുടെയും ആവശ്യമില്ലാത്ത, എല്ലാവരും ആശ്രയിക്കുന്നവനാണ് അവൻ. ഒരു കുറവുമില്ലാത്തവൻ, ഒരു ന്യൂനതയുമില്ലാത്തവൻ, സമ്പൂർണമായ കഴിവിന്റെയും അറിവിന്റെയും യുക്തിയുടെയും വിശേഷണങ്ങൾ അതിന്റെ പാരമ്യതയിൽ സമ്മേളിക്കുന്നവൻ, മഹാനായവൻ, ഔന്നിത്യമുള്ളവൻ, വലിയവൻ. അല്ലാഹു അക്ബർ, അവനേക്കാൾ വലിയവൻ ആരുമില്ല. അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചവനല്ല, ജന്മം നൽകുന്നവനല്ല. കാരണം അവൻ സൃഷ്ടിയല്ല, ജനകനല്ല, അവൻ ജനയിതാവല്ല, അവന് സന്താനങ്ങളില്ല, അവൻ ആരുടെയും സന്താനമായി ജനിച്ചതല്ല, അവന് മാതാപിതാക്കളില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായ ആരുമില്ല. ഒരു സൃഷ്ടിയുമില്ല, ഒരു പടപ്പുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു വസ്തുവുമില്ല. അള്ളാഹുവിനെ കുറിച്ച് ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണിത്, അവന്റെ അറിവാണിത്, അവന്റെ ആദർശമാണത്. ശരിയെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചവരോട്, കുഫാറുകളോട്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും തൗഹീദിനെയും നിഷേധിച്ചവരോട്, ദീനിനെ കളവാക്കിയവരോട് പറയുക നബിയെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തികളെ, ശക്തികളെ, വിഗ്രഹങ്ങളെ, കല്ലുകളെ, പുണ്യപുരുഷന്മാരെ, മൺമറഞ്ഞവരെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്ന ഏകനായ, സർവശക്തനായ, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന മഹാനായ റബ്ബുൽ ആലമീൻ, അവന് മാത്രം നിങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കുന്നില്ല. നിങ്ങൾ അവന്റെ അടിമകളാകുന്ന, അവന് മാത്രം ആരാധനകൾ അർപ്പിക്കുന്നവരാകുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, വീണ്ടും ആവർത്തിക്കും, വലാ അന ആബിദും മാ അബദതും ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവന്റെ അടിമകളായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന തൗഹീദിന്റെ ദീൻ, തൗഹീദ് അടിത്തറമാകുന്ന സമ്പന്നമായ ദീൻ, അതാണ് എന്റെ ദീൻ, അൽ ഇസ്ലാം. അല്ലാഹുവിൽ സ്വീകാര്യമാകുന്ന ഒരേ ഒരു ദീൻ. അള്ളാഹുവിന് പുറമെയുള്ളവരിലേക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന, അടിമത്തം വഴിതിരിച്ചുവിടുന്ന ശിർക്കിന്റെയും കുഫ്റിന്റെയും തോന്നിവാസത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും ദീൻ, ലക്കും ദീനുക്കും, അതാണ് നിങ്ങളുടെ ദീൻ. അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, ലയനമില്ല, സഹവർത്തിത്വമില്ല, സഹിഷ്ണുതയില്ല. എനിക്കെന്റെ ദീൻ തൗഹീദിന്റെ ദീൻ, ഇസ്ലാമാകുന്ന മഹത്തായ ദീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ആകാശ ലോകത്തിൽ നിന്ന് വഹിയായി അവതരിപ്പിച്ച ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങൾ പടച്ചുണ്ടാക്കിയ തോന്നിവാസത്തിന്റെ ദീൻ, സൃഷ്ടിപൂജയുടെ ദീൻ, ശിർക്കിന്റെ ദീൻ, കുഫ്റിന്റെ ദീൻ, എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ സാക്ഷാത്കരിക്കേണ്ടുന്ന തൗഹീദുൽ ഖസ്ദ് വത്തലബ്, തൗഹീദിന്റെ സാക്ഷാത്കാരമാണ് അല്ലാഹു സൂറത്തുൽ കാഫിറൂനിലൂടെ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഒരു മുസ്ലിമിന്റെ അവസാനം, രാത്രിയുടെ അവസാനം അവൻ ഉരുവിടേണ്ടുന്ന രണ്ട് സൂറത്ത്. ഇനിയോ അവന്റെ ഒരു പകൽ, ഒരു ദിവസം ആരംഭിക്കേണ്ടതും ഈ രണ്ട് സൂറത്തുകൾ കൊണ്ടാണ്. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ ഈ സൂറത്തുകൾ വീണ്ടും ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഒരു മുസ്ലിമിന്റെ ദിവസം അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും തൗഹീദ്, തൗഹീദ്, തൗഹീദുമായുള്ള നമ്മുടെ ബന്ധം എത്ര ആഴത്തിലാണ്, ഏത് നിമിഷത്തിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒഴിച്ചു നിർത്തുന്നത്. എത്ര ദുആകളുണ്ട് സഹോദരങ്ങൾ, എത്ര ദിക്റുകളുണ്ട്. ഏറ്റവും മഹത്തായ ദിക്ർ, ഏറ്റവും മഹത്തായ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൗഹീദ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ ആരുമില്ല, അവന് യാതൊരു പങ്കാളിയുമില്ല, അവന്റെ രക്ഷാകർത്തൃത്വത്തിലില്ല, അവന്റെ ആരാധ്യതയിലില്ല, അവന്റെ നാമഗുണ വിശേഷണങ്ങളിലില്ല, അവന്റെ പ്രവർത്തനങ്ങളിലില്ല, അവന്റെ സത്തയിലില്ല, അവന്റെ യുക്തിയിലില്ല, അവന്റെ അറിവിലില്ല, അവന്റെ കാഴ്ചയിലില്ല, അവന്റെ കേൾവിയിലില്ല. ലാ ശരീക ലഹു ലഹുൽ മുൽക്കു, അവനാകുന്നു സർവാധികാരവും ആധിപത്യവും ഉടമസ്ഥതയും, വലഹുൽ ഹംദു, അതുകൊണ്ട് അവന് മാത്രമാണ് എന്റെ ആരാധനകളും സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ദിക്റില്ല അമ്പിയാക്കൾ ഉരുവിട്ട ദിക്റുകളുടെ കൂട്ടത്തിൽ, ഇതിനേക്കാൾ മഹത്തായ വാചകമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തൗഹീദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തൗഹീദാണ് നമ്മൾ പഠിക്കുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി അല്ലാഹു വിളിച്ചുണർത്തിയ, പഠിക്കണമെന്ന് കൽപ്പന സ്വരത്തിൽ ആവശ്യപ്പെട്ട തൗഹീദ്. ഇത് പഠിക്കാതിരിക്കാൻ ഏത് മുസ്ലിമിനാണ്, അല്ല ഏത് മനുഷ്യനാണ് എന്തു ന്യായമാണുള്ളത്?
എന്തു ന്യായമാണുള്ളത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മെ അല്ലാഹു പടച്ചത് അതിനു വേണ്ടിയാണ്, ഈ തൗഹീദിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. കിതാബു തൗഹീദിൽ 1-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ തെളിവായി ഖുർആനിൽ നിന്ന് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എടുത്തു കൊടുത്ത ആയത്ത് ഇതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്, അല്ലാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ച് അതനുസരിച്ച് ജീവിച്ചു മരിക്കാൻ. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ ബലി, എന്റെ അറവ്, എന്റെ ജീവിതം, എന്റെ മരണം തന്നെയും ലോകരുടെ റബ്ബായ അല്ലാഹുവിന് വേണ്ടി മാത്രം. അവന്റെ തൗഹീദ് സാക്ഷാത്കരിക്കാൻ. നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യം അതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ദീനിന്റെ എല്ലാ വിജ്ഞാനങ്ങളും എല്ലാ അറിവുകളും എല്ലാ മുസ്ലിമീങ്ങൾക്കും പഠിക്കൽ നിർബന്ധമാണ്? അല്ല. ആഴത്തിൽ പണ്ഡിതന്മാർ മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന വിജ്ഞാന ശാഖകളുണ്ട്. മതവിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്യുന്ന വിജ്ഞാന ശാഖകളുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനും, ഓരോ മുസ്ലിമും, ആണാകട്ടെ പെണ്ണാകട്ടെ, മുതിർന്നവരാകട്ടെ ചെറിയവരാകട്ടെ, എല്ലാവരും ഒരുപോലെ പഠിക്കൽ നിർബന്ധമായ ദീനിന്റെ വിജ്ഞാനമാണ് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. എല്ലാ മുസ്ലിമീങ്ങൾക്കും മേൽ, സർവ്വ മുസ്ലിമീങ്ങൾക്കും മേൽ, മസ്ജിദിലെ ഇമാമിനോ ഖതീബിനോ മുഅദ്ദിനോ, ദീൻ പഠിക്കുന്ന പണ്ഡിതന്മാർക്കോ പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാർക്കോ ദീനിന്റെ പരിവേഷമണിയുന്നവർക്കോ മാത്രമല്ല, സർവ്വ മുസ്ലിമീങ്ങൾക്കും, മുസ്ലിമായി പിറന്ന സർവ്വ ആണിനും പെണ്ണിനും ഒരുപോലെ നിർബന്ധമാണ് അള്ളാഹുവിന്റെ ദീനിൽ നിന്നുള്ള അവർ അറിയൽ നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. നമ്മൾ പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായത് തൗഹീദാണ്. തൗഹീദിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിജ്ഞാനമില്ല, തൗഹീദിനേക്കാൾ മഹത്തരമായൊരു അറിവില്ല. കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, അൽ ഇൽമു തൗഹീദ് ഇൽമുൻ യദൂറു അലൽ ഇൽമി ബില്ലാഹി സുബ്ഹാനഹു വ തആല. തൗഹീദിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. തൗഹീദ് അള്ളാഹുവിനോട് നമ്മുടെ ഹക്കാണ്, അള്ളാഹുവിലേക്ക് ചേരുന്ന അറിവാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. വഇദാ കാന അല്ലാഹു അക്ബർ മിൻ കുല്ലി ഷൈഇൻ ഫൽ ഇൽമു ബിഹി അക്ബർ മിൻ കുല്ലി ഇൽമിൻ വഇദാ കാന അല്ലാഹു അഅ്ലം മിൻ കുല്ലി ഷൈഇൻ ഫൽ ഇൽമു ബിഹി അഅ്ലമു മിൻ കുല്ലി ഇൽമിൻ. അള്ളാഹുവാണ് ആരെക്കാളും എന്തിനേക്കാളും വലിയവനെന്ന് അള്ളാഹു അക്ബർ എന്ന് നീ ഹൃദയത്തിൽ തൊട്ട് മന്ത്രിക്കുന്നുവെങ്കിൽ, എത്ര തവണയാണ് ഈ വാക്ക് നമ്മൾ ഉരുവിടുന്നത്? നിസ്കാരത്തിലും ബാങ്കിലും ഇഖാമത്തിലും ഈദിന്റെ നമസ്കാരങ്ങളിലും ദുൽഹിജ്ജയിൽ പ്രത്യേകങ്ങളിലും എത്ര തവണയാണ് ഈ വാക്ക് ഉരുവിടുന്നത്? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അള്ളാഹു ആണ് ഏറ്റവും വലിയവനെന്ന് നമ്മൾ കേൾക്കുന്നു, പറയുന്നു, ആവർത്തിക്കുന്നു, ഉരുവിടുന്നു. എങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് മറ്റേതറിവിനേക്കാളും വലിയ അറിവ്. അള്ളാഹു ആണ് ഏറ്റവും മഹാൻ, അവനേക്കാൾ മഹാനായ ആരുമില്ല എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും മഹത്തരമായ അറിവ്. തൗഹീദ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതിനേക്കാൾ മഹത്തരമായ മറ്റൊരറിവില്ല. വമാദാ തകൂനു ഖദ് അലിംത ഇദാ കുൻത തജ്ഹലു റബ്ബക യാ അബ്ദല്ലാഹ്. അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹുവിനെ കുറിച്ച് നിനക്കറിയില്ല. ഏറ്റവും വലിയവനായ, ഏറ്റവും മഹാനായ, ഏറ്റവും ഉന്നതനായ റബ്ബിന്റെ തൗഹീദിനെ കുറിച്ച് നിനക്കറിയില്ല. എന്നാൽ നീ ജീവിക്കുന്ന ദുനിയാവിന്റെ അറിവുകൾ നീ എത്രയാണ് നേടിയത്? നീ ബിരുദധാരിയായേക്കാം, നീ ബിരുദാനന്തര ബിരുദധാരിയായേക്കാം, നീ ഗ്രാജുവേറ്റഡും പോസ്റ്റ് ഗ്രാജുവേറ്റഡുമായിരിക്കാം. നീ ദുനിയാവിന്റെ വിജ്ഞാനീയങ്ങളിൽ അതിന്റെ ഉന്നത തലങ്ങളിൽ വിഹരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കൈയടക്കിയവനായേക്കാം, അതിന്റെ അലങ്കാരത്തിൽ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചവനായേക്കാം. എന്തു നേടിയിട്ട് എന്താണ് സഹോദര? ഏറ്റവും വലിയവനായ മഹാനായ റബ്ബിനെ കുറിച്ചുള്ള അറിവ് നിനക്കന്യമാണെങ്കിൽ നിന്റെ മറ്റു വിജ്ഞാനങ്ങൾ കൊണ്ട് നീ എന്തു നേടി? നിന്നെക്കാൾ നഷ്ടം സംഭവിച്ച ബുദ്ധി മറ്റാരാണുള്ളത്? പണ്ഡിതന്മാർ ചോദിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് പഠിക്കുക എന്ന വിജ്ഞാനം ഓരോ മുസ്ലിമിനും, സർവ്വ മുസ്ലിമിനും, ആണാകട്ടെ പെണ്ണാകട്ടെ കുഞ്ഞാകട്ടെ വലിയവരാകട്ടെ പഠിക്കൽ നിർബന്ധമായ അറിവാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലുമുള്ള ആവർത്തിക്കപ്പെട്ട കൽപ്പനയാണ്. രണ്ടാമതായി, നമ്മൾ ഓരോരുത്തരും
ദിവസവും പഠിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന നിർബന്ധമായ ഏറ്റവും മഹത്തരമായ വിജ്ഞാനമാണ് തൗഹീദിന്റെ വിജ്ഞാനം. മൂന്നാമതായി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനുമേൽ പോലും ഭയപ്പെട്ട ഏറ്റവും ഗുരുതരമായ തിന്മയാണ് ശിർക്ക് എന്നത്. നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ, യാഥാസ്ഥിക ദീനി വേഷം അണിയുന്നവർ, അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് പിടികൂടുകയില്ല പോലും. അവർ സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു വെക്കുന്നതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ, നിങ്ങൾ പിന്നെ എന്തു ചെയ്താലും, ജാറത്തിൽ പോയാലും അല്ലാഹു അല്ലാത്തവർക്ക് സാക്ഷാൽ ഇബാദത്തുകൾ തിരിച്ചുവിട്ടാലും നിങ്ങൾ തൗഹീദിൽ തന്നെയാണ് എന്നവർ പറയാതെ പറയിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ ജനങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്ത ആദ്യ അഭിസംബോധിതർ സ്വഹാബത്താണ്. സ്വഹാബത്തിനോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകാര്യത നൽകിയ മറ്റാരാണുള്ളത്? ആ സ്വഹാബത്തിനെ മുൻനിർത്തി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കൽ അസ്ഗർ. അല്ലയോ സ്വഹാബികളെ, നിങ്ങൾക്കുമേൽ ഏറ്റവും ശക്തമായി ഞാൻ ഭയപ്പെടുന്നത് തൗഹീദിനെതിരായ ശിർക്കിന്റെ ചെറിയ രൂപമാണ്, ശിർക്കുൽ അസ്ഗർ. എന്താണ് ശിർക്കുൽ അസ്ഗർ? റിയ, ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് തിരിച്ചുവിടാത്തവർ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാത്തവർ, മഖബറുകളിലും ജാറങ്ങളിലും ആരാധനകൾ സമർപ്പിക്കാത്തവർ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് സംഭവിക്കുന്ന ഗുരുതരമായ തിന്മയാണ് ശിർക്കിന്റെ ചെറിയ രൂപം. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഇബാദത്തുകൾ ആളുകളെ കാണിക്കാൻ, ആളുകളെ കൊണ്ട് പറയിക്കാൻ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നാൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ആളുകളെ കുറിച്ചുള്ള പേടി, ഭൗതികമായ നേട്ടങ്ങൾ, ദുനിയാവിന്റെ നക്കാപ്പിച്ചകൾ, ഇതിനുവേണ്ടി നമ്മുടെ നന്മകൾ കാഴ്ചവെക്കുക എന്നത് നമ്മെ പിടികൂടുന്ന ചെറിയ ശിർക്കിന്റെ രൂപമാണ്. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്കുമേൽ ഏറ്റവും ഞാൻ ഭയപ്പെടുന്നത് അതാണ്. അമ്പിയാക്കൾക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അശ്ശിർക്ക് ഇന്ന ശിർക ലഅഖ്ഫാ മിൻ ദബീബിൻ നംൽ യാ അബൂബക്കർ. ഓ അബൂബക്കർ, ശിർക്ക് എന്നത് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി ഈ ഉമ്മത്തിനെ പിടികൂടുന്നതാണ്, നിങ്ങളെ പിടികൂടുന്നതാണ്. ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ രഹസ്യമായി ശിർക്ക് നമ്മിലേക്ക് അരിച്ചു വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ അമ്പിയാക്കൾക്ക് ശേഷം ശ്രേഷ്ഠനായ, ജീവിച്ചിരിക്കവേ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ. സ്വഹാബത്തിന് പേടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനുമേൽ പേടിച്ചിരുന്നു. തൗഹീദിനെതിരായ ശിർക്ക് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി ഉമ്മത്തിന് പിടികൂടുമെന്നത്. ആർക്കാണ് നിർഭയരാകാൻ സാധിക്കുക? ആർക്കാണ് നിർഭയരാകാൻ സാധിക്കുക? ഈ ശിർക്കിന്റെ ഗൗരവവും തൗഹീദിന്റെ പ്രാധാന്യം പഠിക്കാതെ ജീവിതം തള്ളി നീക്കാൻ ഇതറിയുന്ന ഏത് മുസ്ലിമിനാണ് സാധിക്കുക? എന്താണ് ഈ പുരോഹിതന്മാർ സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനുമപ്പുറത്ത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാമുൽ തൗഹീദ്, ഇമാമുൽ അംബിയാ, അബുൽ ഹുനഫാ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ വത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഹനീഫായ മുവഹിദായ ശിർക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് അല്ലാഹു ഖുർആനിലൂടെ കൽപ്പനയായി കൽപ്പിച്ചിരിക്കുന്നു. എന്നും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്റുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ദിക്റുകളിൽ ഒന്നാണ് അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാമി വഅലാ കലിമത്തിൽ ഇഖ്ലാസി വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഞങ്ങളിതാ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതി. എന്താണ് ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതി? തൗഹീദ് വകലിമത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ കലിമത്ത് തൗഹീദ്, തൗഹീദിലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതിന്റെ ആകത്തുക തൗഹീദ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, മുശ്രിക്കുകളിൽ പെടാത്ത തൗഹീദ് കൊണ്ട് സമ്പന്നമായ ഹനീഫായിരുന്ന മുസ്ലിമായിരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ ഇതാ നേരം പുലരുന്നു, നേരം വൈകുന്നു. തൗഹീദ്.
ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നമ്മോട് പിൻപറ്റാൻ പറഞ്ഞിരിക്കുന്നു. ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, വിഗ്രഹങ്ങളെ തച്ചുടച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, തൗഹീദിന് വേണ്ടി കത്തിജ്വലിക്കുന്ന തീകുണ്ടാരത്തിൽ പച്ചയായി എറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോടും സമൂഹത്തിനോടും ഇന്നി ബറഅഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ്. കഫർനാ ബൈനകും വബദാ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ, നിങ്ങളുടെ പ്രവൃത്തിയും കുഫ്റും ഞാനിതാ നിരാകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന് മാത്രം ഹത്താ യുഅ്മിനൂ ബില്ലാഹി വഹ്ദ, അല്ലാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്ത് തൗഹീദിലേക്ക് മടങ്ങുവോളം പിതാവേ സമൂഹമേ എനിക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമായിരിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മുവഹ്ഹിദുകളുടെ ഇമാം അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, റബ്ബി ജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും. ആരാണ് ഇബ്രാഹിം നബിയുടെ മക്കൾ? അംബിയാക്കൾ. ഇസ്മാഈൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം, നബിയായ റസൂലായ ഖലീലായ ഇബ്രാഹിം നബി, നബിയായ റസൂലായ തങ്ങളുടെ മക്കളെയും ചേർത്ത് പറയുകയാണ്, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന്, ശിർക്കിൽ നിന്ന് നീ അകറ്റേണമേ റബ്ബേ. ഇബ്രാഹിം നബിയുടെ ദുആ. ഇബ്രാഹിം നബിക്ക് നിർഭയത്വമുണ്ടായില്ല, തൗഹീദിന്റെ നേതാവിന് നിർഭയത്വമുണ്ടായില്ല. അമ്പിയാക്കളായ തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഭാവിയിൽ ശിർക്കിനെ തൊട്ട് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോലും നിർഭയനായില്ല. ഉലമാക്കൾ ഈ ദുആ വിശദീകരിച്ച് പറയുന്നു, അബുൽ അംബിയ ഇമാമുൽ ഹുനഫാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹ്, അദ്ദേഹത്തിന് ശേഷം ഈ ഉമ്മത്തിൽ ആർക്കാണ് ശിർക്കിൽ നിന്ന് നിർഭയനാകാൻ സാധിക്കുക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അതുണ്ടായില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിനെതിരായ ശിർക്ക്, അതിന്റെ ഗൗരവം, അപകടം, അതിന്റെ ചെറുതും വലുതുമായ രൂപങ്ങൾ, അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ഗ്രന്ഥം അതിന് നമ്മെ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഗ്രന്ഥത്തിലേക്ക് നേർക്കുനേരെ കടക്കുന്നതിന് മുമ്പ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ള ചില ആമുഖങ്ങൾ. സഹോദരങ്ങളെ, സാധിക്കുന്നവർ, ഞാൻ പറഞ്ഞുവല്ലോ, ഇതിൽ 100 കണക്കിന് ഹദീസുകളുണ്ട്, 100-ലേറെ ഹദീസുകളുണ്ട്, 100-നടുത്ത ആയത്തുകളുണ്ട്. അതിനെ ആദ്യം കേട്ട സ്വഹാബത്തിന്റെ ആധാറുകളുണ്ട്, അതിനുപോൽഫലകമായ ചില പണ്ഡിതോദ്ധരണികളുണ്ട്. ഈ കിതാബു തൗഹീദ് എന്നത് ഖുർആനിന്റെ സാക്ഷ്യമാണ്, ഹദീസുകളുടെ വിവരണമാണ്. അതിനാദ്യം കേട്ട് വിശദീകരിച്ച അതിന്റെ പ്രഥമ അഭിസംബോധിതരുടെ അംഗീകാരമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ തൗഹീദ് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ കിതാബ് ഏതാ? പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനാണ് കിതാബ് തൗഹീദിൽ ഏറ്റവും മഹത്തായ കിതാബ്. ആ ഖുർആനിന്റെ സന്ദേശമാണ് ഈ കിതാബ്. ഇത് പുതുതായി പടച്ചുണ്ടാക്കിയ ഏതെങ്കിലും 5-ാം മദ്ഹബോ പുത്തനാശയമോ ഇസ്ലാമിനന്യമായ എന്തെങ്കിലും ചിന്താധാരകളോ അല്ല. ഇവിടുത്തെ പുരോഹിത വർഗം ഈ സമൂഹത്തെ പഠിപ്പിച്ചു വെക്കുന്നത് അതാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇതിന്റെ ഗ്രന്ഥരചയിതാവിനെയും റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥത്തെയും മോശമായി ചിത്രീകരിക്കുകയും മുസ്ലിം ഉമ്മത്തിന് അതിൽ നിന്ന് അകറ്റുകയും ചെയ്യുക എന്നത് സാക്ഷാൽ ഖുർആനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും തൗഹീദിൽ നിന്നും സുന്നത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് അകറ്റുന്നതിന് സമാനമാണ്. കാരണം ഇതിൽ ചർച്ച ചെയ്യുന്നത് ആയത്തുകളാണ്, ഖുർആനാണ്, ഹദീസുകളാണ്. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത ഹദീസുകൾ, അനിഷേധ്യമായ ഹദീസുകൾ, ആസാറുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദിവസം നമ്മളൊരായത്ത്, അതല്ലെങ്കിൽ ഒരു ഹദീസ്, അതല്ലെങ്കിൽ അതിന്റെ ഏതാനും ചില വാചകങ്ങൾ, പൂർണ്ണമായി ചിലപ്പോൾ ഒരു ഹദീസോ ഒരു ആയത്തോ ഒരു ദിവസം മുഴുവനായി 1 മണിക്കൂറോളം അല്ലെങ്കിൽ അതിലേറെ സമയം നീളുന്ന ദർസിൽ നമുക്ക് ചിലപ്പോൾ വിശദീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത്രമേൽ പാഠങ്ങൾ അതിലുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പൊതുവായ ആശയവും അതിൽ നിന്നുള്ള പ്രത്യേകമായ പാഠങ്ങളും എണ്ണി നമ്മൾ പറയും. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തബാറക വ തആല സാധിക്കുന്നവരെല്ലാവരും ഇതിൽ ആയത്തുകളും ഹദീസുകളും ഓരോ ആഴ്ച എടുക്കുന്നത് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് മനഃപ്പാഠമാക്കി വരിക. കാരണം ഖുർആനാണ് നമ്മൾ പഠിക്കുന്നത്, ഹദീസുകളാണ്. ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത അതാണ്. ഈ ഗ്രന്ഥം നമ്മൾ മനഃപ്പാഠമാക്കിയാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ധാരാളം ആയത്തുകളും
തെളിവുകളും നമുക്ക് ഹൃദയത്തിൽ സംഭരിക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടതു മുതൽ ഇന്നേ വരെ ലോകത്തിന്റെ നാനാദിക്കുകളിലും അള്ളാഹുവിന്റെ ദീൻ കറകളഞ്ഞ് പഠിപ്പിക്കുന്ന ഇടങ്ങളെല്ലാം ദീനീ വിദ്യാർത്ഥികൾ തുല്ലാബുൽ ഇൽം ഈ ഗ്രന്ഥം ഹൃദ്യസ്ഥമാക്കുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് പോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിലുണ്ട് ഈ ഗ്രന്ഥം മനഃപ്പാഠമുള്ള മക്കൾ. ഹഫിളഹുമുല്ലാ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും അവിടുത്തെ റസൂലിന്റെ ഹദീസുകളും ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈ ഗ്രന്ഥം ഓരോ ആഴ്ചയും അതിൽ നിന്ന് എടുക്കുന്നത് പരമാവധി മനഃപ്പാഠമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഇബാദത്താണ്. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ മിനിറ്റുകളും പ്രയത്നങ്ങളും ഇബാദത്താണ്. ദീൻ പഠിക്കുക എന്ന ഇബാദത്ത്, അതിനുവേണ്ടി കഷ്ടപ്പെടുക എന്ന ഇബാദത്ത്. ആ നിയ്യത്തോടുകൂടി നിങ്ങൾ ഇഖ്ലാസോടുകൂടി മെനക്കെടൂ. അതിന്റെ ഗുണം അല്ലാഹു നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് സാധിക്കുന്നവർ ഓരോ ദിവസവും എടുക്കുന്നത് മനഃപ്പാഠമാക്കുക എന്നതാണ്. അവ്വലുൽ ഇൽമി അന്നിയ്യ. ദീനി പഠനത്തിന്റെ ആദ്യഘട്ടം നല്ല നീയത്താണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നല്ല നീയത്തുണ്ടാകണം. അള്ളാഹുവിന് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റെ പരലോകത്തിനു വേണ്ടി, സ്വർഗം നേടാൻ, മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ, മുവഹിദായി അവസാന ശ്വാസം വെടിയാൻ ഈ നീയത്തുണ്ടാകണം. സുമ്മൽ ഇസ്തിമാ. എന്നിട്ട് അത് ശ്രദ്ധിച്ചു കേൾക്കണം. സാഗൂതം ഖുർആനും ഹദീസും ആസാറുകളാണ് നമ്മൾ കേൾക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ നമുക്കില്ല. നാട്ടിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന മസാലകൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. വീട്ടുവർത്തമാനങ്ങളില്ല, കളിതമാശകളില്ല. ഗൗരവമുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. സ്വഹാബത്ത് തലയിൽ പക്ഷി വന്നിരുന്നാൽ പാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചതുപോലെ സാഗൂതം കേൾക്കുക. സുമ്മൽ ഫഹം, കൃത്യമായി മനസ്സിലാക്കുക. സുമ്മൽ കിതാബ, വ്യക്തമായി രേഖപ്പെടുത്തുക. കുറിച്ചു വെക്കാൻ സാധിക്കുന്നവർ എഴുതിയെടുക്കുക. സുമ്മൽ ഹിഫ്, എന്നിട്ടത് മനഃപ്പാഠമാക്കുക. സുമ്മൽ അമൽ, പിന്നീട് അത് പ്രവർത്തിക്കുക. ഇങ്ങനെ പഠിച്ചാൽ നമ്മൾ അത് പ്രവർത്തിക്കും തീർച്ചയാണ്. നല്ല നിയത്തോടെ ശ്രദ്ധിച്ചു കേട്ട് കൃത്യമായി മനസ്സിലാക്കി കുറിച്ചെടുത്ത് മനഃപ്പാഠമാക്കുന്നത് നമ്മുടെ അമലിൽ ഉണ്ടാകും. അങ്ങനെ നമ്മൾ അമലാക്കുന്നത് സുമ്മൻ നശർ, വേണ്ടപ്പെട്ടവർക്ക്, കുടുംബത്തിൽ, സമൂഹത്തിൽ, അയൽവാസികളിൽ, മാലോകർക്കിടയിൽ പ്രചരിപ്പിക്കുക. ആ പ്രചാരണത്തിനും ആ പ്രബോധനത്തിനും വിപ്ലവകരമായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ വൺ മാൻ ആർമിയായിരുന്ന, ഒറ്റയാൾ പട്ടാളമായിരുന്ന, ഏകാന്തിയായി, ഏകാന്ത പതികനായി രാജ്യാതിർത്തികൾ യാത്ര ചെയ്ത് താണ്ടിയ, യുദ്ധം ചെയ്യേണ്ടി വന്ന ആ മഹാമനീഷിയുടെ കരങ്ങളാൽ ഒരു രാജ്യം തൗഹീദ് കൊണ്ട് സമ്പന്നമായി പടുത്തുയർത്തപ്പെട്ടുവെങ്കിൽ, നവോത്ഥാന പുരുഷനായി, ചരിത്ര നായകനായി, ഇമാമുൽ മുജദ്ദിദായി അദ്ദേഹത്തിനെ ഇന്നും നമ്മൾ പ്രശംസിക്കുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായ ദുആകൾ നമ്മുടെ ഖൽബിൽ നിന്ന് നാവിലൂടെ തുളുമ്പുന്നുവെങ്കിൽ, ഇഖ്ലാസ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഈ നിസ്വാർത്ഥമായ പഠനവും പ്രവർത്തനവും ഇങ്ങനെ പഠിച്ചു പ്രവർത്തിച്ച് പ്രബോധനം ചെയ്തതിന്റെ അടയാളമാണത്. അതിന്റെ അനന്തരഫലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ശരി, ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദർസിൽ മുൻഗാമികളിൽ പലരും ഇതിന് പുകഴ്ത്തിയതായി അത്തരത്തിലുള്ള വാചകങ്ങൾ നമ്മൾ കേൾപ്പിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഹിജറ 1392 മരണപ്പെട്ട മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഖാസിം റഹിമഹുല്ലാ ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തെ പറ്റി പറയുന്ന ഒരു വാചകം ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത്, ഇതിന്റെ കണ്ടൻസ് എന്താണ് എന്ന് നമ്മെ ബോധിപ്പിക്കുന്ന, അതിന് സഹായകമാകുന്ന ചില വാചകങ്ങളാണിത്. അദ്ദേഹം പറഞ്ഞു, കിതാബു തൗഹീദില്ലദീ അല്ലഫഹു ശൈഖുൽ ഇസ്ലാം അഷ്ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അജ്സല അല്ലാഹു ലഹുൽ അജ്റ വസ്സവാബ്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന് അല്ലാഹു അർഹമായ പ്രതിഫലവും കൂലിയും രേഖപ്പെടുത്തട്ടെ. അദ്ദേഹം രചിച്ച വിശ്വപ്രസിദ്ധമായ കിതാബു തൗഹീദ് ലൈസ ലഹു നദീറുൻ ഫിൽ വുജൂദ്. അദ്ദേഹം അന്ന് പറയുകയാണ്, ഇതിന് സമാനമായൊരു ഗ്രന്ഥവും ഈ വിഷയത്തിൽ ഇന്ന് നിലവിലില്ല. ഖദ് വല്ലഹ ഫീഹി തൗഹീദ് അല്ലദീ ഔജബഹു അല്ലാഹു അലാ ഇബാദിഹി വഖലഖഹും ലിഅജ്ലിഹി. ഈ ഗ്രന്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അള്ളാഹു എന്തൊന്നിനു വേണ്ടിയാണോ അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, എന്താണ് അവർക്ക് മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യത, തൗഹീദ്, ആ തൗഹീദിനെ വിശദമായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. നമ്മെ അള്ളാഹു എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, നമുക്കുമേൽ അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യത എന്താണ്, തൗഹീദാണത്. അതിനെ വിശദമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.
വലിഅജ്ലിഹി അർസലഹു റുസുലഹു വഅൻസല കുതുബഹു. ഈ തൗഹീദിന് വേണ്ടിയാണ് മുഴുവൻ മുർസലീങ്ങളെയും വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ചത്. മുർസലീങ്ങളെ എന്തിനു വേണ്ടി നിയോഗിച്ചു? അതിനുള്ള ഉത്തരം ഈ ഗ്രന്ഥത്തിലുണ്ട്. തൗഹീദിന്റെ സാക്ഷാത്കാരത്തിനാണ്. വഅൻസല കുതുബഹു, എന്തിനു വേണ്ടിയാണ് അവൻ തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും അടങ്ങുന്ന കിതാബുകൾ, അവന്റെ ഗ്രന്ഥങ്ങൾ ഭൂലോകത്തേക്ക് അവതരിപ്പിച്ചത്? അതിനുള്ള ഉത്തരം ഈ കിതാബിലുണ്ട്. തൗഹീദാണത്, തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാജിബാക്കിയ അള്ളാഹുവിനോടുള്ള ബാധ്യത, നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യം, കിതാബുകൾ അവതരിപ്പിച്ചതിന്റെ യുക്തി, അമ്പിയാക്കളെ നിയോഗിച്ചതിന്റെ രഹസ്യം, തൗഹീദ്. ആ തൗഹീദിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമതായി വദക്കറ മാ യുനാഫീഹി മിന ശിർക്കിൽ അക്ബർ, അതിന് ഘടകവിരുദ്ധമായ വലിയ ശിർക്ക്. അത് സംഭവിച്ചാൽ ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തു പോകും, മുസ്ലിം മുർത്തദായി മാറും, ദീനിൽ നിന്ന് അവൻ പുറത്തു പോകും. തൗഹീദിനെതിരായ ഷിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക്. ഔ യുനാഫി കമാലഹുൽ വാജിബ് മിന ശിർക്കിൽ അസ്ഗർ, അതല്ലെങ്കിൽ തൗഹീദിന്റെ നിർബന്ധമായ ബാധ്യതയെ നിരാകരിക്കുന്ന ചെറിയ ഷിർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തിനിടയിൽ കടന്നു വരുന്ന ലോകമാന്യത, ആളുകളെ കാണിക്കാനും കേൾപ്പിക്കാനും പറയിപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന അവസ്ഥ, അത് നിർബന്ധമായ തൗഹീദിന്റെ ബാധ്യതയെ നിരാകരിക്കുന്നതാണ്. വലിയ ശിർക്കോ നേരെ ഇബാദത്ത് അല്ലാഹുവിനെ തിരിച്ചുവിടുകയാണെങ്കിലോ തൗഹീദിന്റെ അടിത്തറ തന്നെ പൊളിഞ്ഞു പോകും. ചെറിയ ശിർക്ക് സംഭവിച്ചാൽ തൗഹീദിന്റെ നിർബന്ധ ബാധ്യതയെ അത് നശിപ്പിക്കും. അപ്പൊ അതിനെതിരായ, തൗഹീദിന്റെ നിർബന്ധ ബാധ്യതയ്ക്കും അടിത്തറക്കും എതിരായ ശിർക്കുൽ അക്ബറിനെയും ശിർക്കുൽ അസ്ഗറിനെയും ഇതിൽ ശൈഖ് വിശദീകരിക്കുന്നുണ്ട് തെളിവുകൾ സഹിതം. വൽ ബിദ്അഉ വമാ യുഖദ്ദിബു മിൻ ദാലിക ഔ യൂസിലു ഇലൈഹി, അതുപോലെ തന്നെ തൗഹീദിന്റെ പൂർണ്ണതയെ നിരാകരിക്കുന്ന ബിദ്അത്തുകളുടെ ഗൗരവവും, തൗഹീദിനെതിരായ ബിദ്അത്തുകൾ അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശിർക്കിലേക്ക് എത്തിക്കുന്ന മറ്റു കാര്യങ്ങൾ, ശിർക്കിലേക്ക് എത്തിക്കുന്ന വസായിലുകൾ, മാർഗങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഫസാറ ബദീഅൻ ഫീ മഅനാഹു ലം യുസ്ബഖ ഇലൈഹി, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എന്താണ് ഈ കിതാബിന്റെ പേര്? കിതാബു തൗഹീദ്. തൗഹീദിനെ സമഗ്രമായി വിശകലനം ചെയ്യുന്ന, അതിന്റെ നാനാമേഖലകളും സൂക്ഷ്മമായി സാധാരണക്കാർക്ക് പഠിപ്പിച്ചു നൽകുന്ന, അക്ഷരാർത്ഥത്തിൽ കിതാബു തൗഹീദ് എന്ന പേരിന് അന്വർത്ഥമാക്കുന്ന സമാനതകളില്ലാത്ത ഗ്രന്ഥമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, قال الإمام محمد بن عبد الوهاب رحمه الله في كتاب التوحيد بسم الله الرحمن الرحيم كتاب التوحيد. ഇങ്ങനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല തൻ്റെ ഗ്രന്ഥം ആരംഭിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അൽ ബസ്മല കൊണ്ടാണ് ഷെയ്ഖ് കിതാബ് ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ഗ്രന്ഥം ആരംഭിച്ചത്? എന്താണ് അതിൻ്റെ രഹസ്യം? പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥരചനയും അവരുടെ വൈജ്ഞാനികമായ സംഭാവനകളും കുറിപ്പടികളും എഴുത്തും ഇതെല്ലാം ബിസ്മി കൊണ്ട് ആരംഭിക്കും. സാധാരണഗതിയിൽ നമുക്കതിൽ വലിയ അതിശയോക്തിയൊന്നും തോന്നാറില്ല, ബിസ്മി കൊണ്ട് ആരംഭിക്കുക. പക്ഷെ എന്താണ് അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകം? എന്താണ് ഈ ബിസ്മിക്ക് ഇത്രമാത്രം സ്വാധീനമുള്ളത്? എന്തുകൊണ്ട് അത് ഒഴിച്ചു നിർത്തിക്കൂടാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സഹായത്തേട്ടമാണ്. അള്ളാഹുവിൻ്റെ സർവനാമങ്ങളും അള്ളാഹുവിൻ്റെ അടിസ്ഥാന നാമമായ അള്ളാഹ് എന്ന നാമത്തെയും, അത് കഴിഞ്ഞാൽ അർ റഹ്മാൻ എന്ന ശ്രേഷ്ഠമായ നാമത്തെയും അർ റഹീം എന്ന നാമത്തെയും മുൻനിർത്തി, അള്ളാഹുവിൻ്റെ സർവനാമങ്ങളെയും മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ബറക്കത്ത് കൊണ്ട്. ആ ബാ, ബിസ്മിയിലെ ബാ, അതിനെ പണ്ഡിതന്മാർ വിളിച്ചു ബാ ഉൽ ഇസ്തിആന, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ബാ. പ്രത്യക്ഷത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിസ്മി, നാമം കൊണ്ട്. അള്ളാഹ്, അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ഒരു ഫിഅൽ, ഒരു പ്രവൃത്തി സങ്കല്പിക്കണം. അതായത് ബിസ്മില്ലാഹി അബ്തദി, നമ്മൾ എന്തു പ്രവർത്തനമാണോ ചെയ്യുന്നത്, എഴുതുകയാണെങ്കിൽ ബിസ്മില്ലാഹി അക്തുബ്, ബിസ്മില്ലാഹി അഖ്റ. ഏതു പ്രവർത്തനമാണ് ആ പ്രവൃത്തി ഞാൻ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ നാമത്തിൽ, അവൻ്റെ സർവനാമങ്ങൾ. ബിസ്മി എന്നത് അവിടെ പറഞ്ഞ ഇസ്മ, ബിൽ ഇസ്മി എന്നല്ല പറഞ്ഞത്, ബിസ്മി എന്നാണ്. അലിഫ് ലാം ഇല്ലാതെയാണ് അവിടെ ഇസ്മ
കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സർവ്വനാമങ്ങളും അവിടെ ഉദ്ദേശിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏതൊക്കെ നാമങ്ങളുണ്ടോ അതിന് കണക്കില്ല, അതിന് പ്രത്യേകം എണ്ണമുണ്ടോ? ഇല്ല. അള്ളാഹു അറിയിച്ചു തന്നതാകട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാകട്ടെ, അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുക്കാതെ അവൻ്റെ രഹസ്യജ്ഞാനത്തിൽ അടക്കി വെച്ചതാകട്ടെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ സർവ്വനാമങ്ങളെയും മുൻനിർത്തി അള്ളാഹുവിനോട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു. അവൻ്റെ സഹായവും കനിവും ബറക്കത്തും ഞാൻ തേടുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഗ്രന്ഥം ആരംഭിച്ചത്. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ സാമാന്യമായ അർത്ഥം. എന്താണ് ബിസ്മി കൊണ്ട് തുടങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബ് ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. ബിസ്മി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ബസ്മല കൊണ്ടാണ് അവൻ്റെ കിതാബ് ആരംഭിച്ചത്. പരിശുദ്ധ ഖുർആനിലെ 113 സൂറത്തുകളും ബസ്മല കൊണ്ടാണ് അള്ളാഹു ആരംഭിച്ചത്, സൂറത്തു തൗബയൊഴികെ. അള്ളാഹു അവൻ്റെ കിതാബ്, അവൻ്റെ ഗ്രന്ഥം ആരംഭിച്ചത് ബസ്മല കൊണ്ടാണ്. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ അതിൻ്റെ ആകത്തുക വിശദീകരിക്കുന്ന, തൗഹീദ് വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അതേ ബിസ്മി കൊണ്ട് ആരംഭിച്ചു. രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വരെ ബിസ്മി ചൊല്ലാൻ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ബിസ്മി ചൊല്ലാൻ പഠിപ്പിച്ച രംഗങ്ങൾ വരെ നമ്മൾ മറക്കാറാണ്. അതിൽ ഏറ്റവും ലളിതമായ, ഏറ്റവും നമ്മൾ അശ്രദ്ധയിലാകുന്ന രംഗമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. വീട്ടിൽ നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കും. കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കൽ തന്നെ വളരെ കുറവാണ്. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ സൗകര്യമുള്ളപ്പോൾ, ഭർത്താവിൻ്റെ ഉദ്യോഗത്തിനും ജോലി തിരക്കിനിടയിൽ, ഭാര്യ പണികളൊക്കെ കഴിഞ്ഞ്, മക്കൾ പിന്നെ അവർക്ക് സ്കൂളും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ആ സമയത്ത്, അങ്ങനെ ഛിന്ന ഭിന്നമായി ഭക്ഷണം കഴിക്കൽ തന്നെ വീട്ടിലെ ബറക്കത്തിനെയും സ്നേഹത്തെയും ഐക്യത്തെയും ഒരുമയെയും ബാധിക്കുമെന്നാണ്. വീട്ടിൽ സ്നേഹവും ബറക്കത്തും അതുപോലെ തന്നെ ഐക്യവും ഒരുമയൊക്കെ വർദ്ധിക്കണോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ ഇക്കാലഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ കൂട്ടുകുടുംബമായി ജീവിക്കുന്നവരുണ്ടാവും. ഏട്ടനും അനിയനും അവരുടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏട്ടനും അനിയനും അവരുടെ ഭാര്യമാരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശമല്ല. കാണാൻ പാടില്ലാത്തവർ മറ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഏട്ടൻ്റെ കുടുംബം അവരൊറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, അവരെല്ലാവരും, അവർ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ അങ്ങനെ കഴിച്ചോട്ടെ. അനിയൻ്റെ കുടുംബം ഭാര്യയും മക്കളും അവരൊരുമിച്ചിരുന്ന് കഴിക്കുക. ഞാൻ പറഞ്ഞത് ഒരു വീട്ടിലെ ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരേ തളികയിൽ നിന്നാകുക എന്നത് ബറക്കത്ത് വർദ്ധിക്കാനുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മക്കളോട് ബിസ്മി ചൊല്ലിയോ എന്ന് ചോദിക്കാൻ നമുക്ക് മടിയാണ്. അതൊരു കുറച്ചിലാണ്. അധികം കുട്ടികളും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി എല്ലാം മറക്കും. നമ്മൾ മറക്കാറുണ്ട്. മക്കളുടെ കാര്യം പറയണോ? അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വരെ, പ്രത്യേകിച്ച് ബിസ്മി ചൊല്ലാൻ പറഞ്ഞ രംഗത്ത് വരെ നമുക്കത് ഓർമ്മയില്ല. പിന്നെയാണോ വ്യാപകാർത്ഥത്തിൽ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ സലാം പറഞ്ഞിട്ട് കയറണം. പലർക്കും മടിയാണ്. നാട്ടുകാരോടും കൂട്ടുകാരോടും അതല്ലെങ്കിൽ പൊതുസമൂഹത്തിലൊക്കെ മുസ്ലിങ്ങളോട് സലാം പറയാനൊരു മടിയില്ല. ഉച്ചയിസ്തരം സലാം പ്രഖ്യാപിക്കും. സ്വന്തം വീട്ടിലുള്ള ഉമ്മാക്കും വാപ്പാക്കും മക്കൾക്കും ഭാര്യക്കും സലാം പറയാൻ ആളുകൾക്ക് മടിയാണ്. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ പണ്ഡിതന്മാർ തെളിവുകൾ സഹിതം സൂചിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലുക, കുടുംബത്തോട് സലാം പറയുക. നമ്മൾ ചെയ്യാറില്ല. രാത്രി വീടിന്റെ ജനലും വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലി അടക്കാവൂ, ഇല്ലെങ്കിൽ അവിടെ ശൈത്താൻ കയറി പാർക്കും. ഭക്ഷണം ബിസ്മി ചൊല്ലി കഴിച്ചിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് അവിടെ ഫുഡും ഉണ്ടാവും. ഭക്ഷണവും അതുപോലെ തന്നെ വീട് ബന്ധിക്കുന്നതും നമ്മൾ ബിസ്മി ഇല്ലാതെയാണെങ്കിൽ ശൈത്താൻ അവൻ്റെ കൂട്ടാളികളോട് പറയും, നമുക്കിവിടെ ഫുഡും ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ടെന്ന്. പാർപ്പുമുണ്ട്, ഭക്ഷണവുമുണ്ട്. എത്ര ദിനരാത്രങ്ങളിലാണ് നമ്മൾ ശൈത്താന് ഭക്ഷണവും താമസവും വെച്ച് നീട്ടിയത് നമ്മുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ. നിസ്സാരമായൊരു ബിസ്മി നഷ്ടപ്പെടുത്തിയതിൻ്റെ നഷ്ടമാണിത്, വിലയാണിത്, ധനമാണിത്. ചില്ലറ കാര്യമാണോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്? അമ്പിയാക്കളുടെ പാരമ്പര്യമാണിത്. അവരെന്തെഴുതുമ്പോഴും എന്ത് കുറിച്ചു വെക്കുമ്പോഴും കത്തയക്കുമ്പോഴും ബിസ്മി കൊണ്ട് ആരംഭിക്കുമായിരുന്നു എന്നാണ്. മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം സൂറത്ത് നംലിലൂടെ അള്ളാഹു വിശദീകരിക്കവേ, സുലൈമാൻ നബി യമനിലെ സബയിലെ രാജ്ഞിയായിരുന്ന, അഗ്നിയാരാധികയായിരുന്ന ബിൽഖീസ് രാജ്ഞിക്ക് തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയപ്പോൾ ബിസ്മി കൊണ്ടാണ് തുടങ്ങിയത്. ബിൽഖീസ് രാജ്ഞി ആ കത്ത് കിട്ടി. അതിനെ വായിക്കുന്ന രംഗം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്.
അതിങ്ങനെയാണ്, ഇന്നഹു മിൻ സുലൈമാൻ, ഇത് സുലൈമാനിൽ നിന്നാണ്. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. അമ്പിയാക്കൾ അവർ എഴുത്തും കുറിപ്പും ആരംഭിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടായിരുന്നു. അമ്പിയാക്കളുടെ പാരമ്പര്യമാണ് ബസ്മല, ചില്ലറ കാര്യമല്ല. അള്ളാഹുവിന്റെ കിതാബ് അവൻ ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കും ഈ മാതൃക നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ കാണാം, വ്യത്യസ്ത രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് നബി തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. അക്കൂട്ടത്തിൽ റോമയുടെ ചക്രവർത്തിയായിരുന്ന ഹിർക്കലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി. അതിൻ്റെ തലപ്പത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവിടുന്ന് എഴുതി ചേർത്തു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞതായി നമുക്ക് കാണാം. നബിയുടെ കത്തുകൾ ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചിരുന്നത്. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധി, ചരിത്രത്തിൽ നിർണായകമായിരുന്ന ഹുദൈബിയ സന്ധി, ആ സന്ധിയുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി ചേർത്തതായി, ബിസ്മി കൊണ്ട് തുടങ്ങിയതായി സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വായിക്കാം. അതേ പാരമ്പര്യം മഹാന്മാരായ ഖുലഫാ ഉർ റാഷിദുകളും നിലനിർത്തിയെന്നത് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ സകാത്തിന്റെ മുതലുകൾ ബൈത്തുൽ മാലിലേക്ക്, ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് അയക്കാൻ വേണ്ടി രാജ്യാതിർത്തികളിലേക്ക് കത്തെഴുതിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങിയതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം, സ്വഹീഹായ ആസാറുകളിൽ കാണാം. അപ്പോൾ നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുറിപ്പുകൾ, ഗ്രന്ഥങ്ങൾ, കിതാബുകൾ, ദീനി സംസാരങ്ങൾ, ഉത്ബോധനങ്ങൾ, അതല്ല ഉപകാരപ്രദമായ എന്തു കാര്യങ്ങളും പ്രത്യേകമാക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് പറയാം. പ്രത്യേകം പറയേണ്ടടുത്ത് പ്രത്യേകം പറയാം എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ഈ ഗ്രന്ഥം ശൈഖുൽ ഇസ്ലാം ആരംഭിച്ചതിന്റെ രഹസ്യം അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബു തൗഹീദ് എന്നതാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിന് നൽകിയ പേര്. ഈ ഗ്രന്ഥത്തിന്റെ പൂർണ്ണ പേരായി പണ്ഡിതന്മാർ പറഞ്ഞു, കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ്. അള്ളാഹുവിന്റെ അടിമകൾക്കുമേൽ അള്ളാഹു നിർബന്ധമാക്കിയ തൗഹീദ് വിശദീകരിക്കുന്ന ഗ്രന്ഥം. കിതാബ് എന്താണ്? കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതമായ വാക്കാണ്. എന്താണ് കിതാബ്? കിതാബ് എന്നത് ഫഅല, ഫിആൽ വസനാണ്. ഫഅല എന്നതാണ് അറബി ഭാഷയിൽ ഓരോ ക്രിയയുടെയും അസ്ൽ, അടിത്തറ. ഫഅല പോലെ കതബ, ഖറഅ, നസറ, ഫതഹ, അതിൻ്റെ ഫിആൽ എന്ന അച്ചിൽ വാർത്തെടുത്ത ക്രിയാരൂപമാണ്, അല്ലെങ്കിൽ അതിൻ്റെ മസ്ദർ നൗൺ ഫോമാണ് കിതാബ്. ഫിആൽ പോലെ, ഫഅലയെ ഫിആലാക്കുന്നത് പോലെ കതബയെ കിതാബാക്കിയതാണ് കിതാബ്. അതിൻ്റെ അർത്ഥം മഫ്ഊലിന്റെ അർത്ഥമാണ്. അത്യാവശ്യം ഭാഷ അറിയുന്നവർക്ക് വേണ്ടി ഞാൻ അതിന്റെ ഭാഷാപരമായ ചർച്ച പറയാണ്. അതറിയാത്തവർക്ക് അത് അവഗണിക്കാം, ഇത് നിർബന്ധമായ കാര്യമല്ല. ഫിആൽ വസ്നിൽ ഒരു ഇസ്മു വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മഫ്ഊലിന്റെ അർത്ഥമാണ്. അപ്പോൾ കിതാബിന്റെ അർത്ഥം എഴുതപ്പെട്ടത്. കതബ എന്ന് പറഞ്ഞാൽ എഴുതി. കിതാബിന് മഫ്ഊലിന്റെ അർത്ഥമായിരിക്കും, അപ്പൊ എഴുതപ്പെട്ടത്. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജമഅ എന്നർത്ഥം കൂടിയുണ്ട് കിതാബിന്, കതബയ്ക്ക്. ജമഅ, അപ്പൊ സമാഹരിക്കപ്പെട്ടത്. അപ്പൊ എഴുത്തും അക്ഷരങ്ങളും ആശയങ്ങളും സമാഹരിക്കപ്പെട്ട, എഴുതപ്പെട്ട സംഗതി, അതിനാണ് ഇതെന്ന് പറയാം, കിതാബ് എന്ന് പറയാം, എല്ലാവർക്കും അറിയാം. തൗഹീദ്, അടുത്ത വാക്കതാണ് തൗഹീദ്. തൗഹീദിന്റെ കിതാബാണിത്, സംശയമില്ല. തൗഹീദിന്റെ മസലകൾ, തൗഹീദ് പഠിപ്പിക്കുന്ന തെളിവുകൾ, അതിനെതിരായ ചെറുതും വലുതുമായ ശിർക്കിന്റെ ഗൗരവങ്ങൾ, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ, ഇതിനെ വിശദീകരിക്കുന്ന തൗഹീദ് സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാനങ്ങൾ ശേഖരിച്ച, എഴുതി ചേർക്കപ്പെട്ട, സമാഹരിച്ച ഗ്രന്ഥമാണിത്. ഇനി എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? പലപ്പോഴും സലഫികളായിട്ടുള്ള ആളുകൾ തൗഹീദ് തൗഹീദ് എന്ന് ശബ്ദിക്കുമ്പോൾ ഇതിൻ്റെ എതിരാളികളായ യാഥാസ്ഥികർക്ക് അത് അലർജിയാണ് ആ വാക്ക് തൗഹീദ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ പാരമ്പര്യവാദക്കാർ, ഇവിടുത്തെ യാഥാസ്ഥിക പുരോഹിതന്മാർ തൗഹീദ് എന്ന ശബ്ദിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
വളരെ റയറായിരിക്കും. കാരണം അവർക്ക് ദഹിക്കാത്ത വാക്കാണ്. അവർ പറയാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരായ സമൂഹത്തെ പറഞ്ഞു പറ്റിച്ചിട്ടുള്ള തൗഹീദ് എന്നുള്ള ഇവരുണ്ടാക്കിയ വാചകമാണ്. അത് സുന്നത്ത് വൽ ജമാഅത്തിന് പരിചയമുള്ള ഒരു വാക്കല്ല. അതുകൊണ്ട് തന്നെ അവർ ശബ്ദിക്കൂല. ഇത് ഒരു സലഫികൾ പടച്ചുണ്ടാക്കിയ അവരുടെ പുതിയ ദീൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉണ്ടാക്കുക വഹാബിയത്തിന്റെ ഭാഗമായി പ്രചാരങ്ങളുടെ ഒരു സംജ്ഞയാണ് തൗഹീദ് എന്നിവർ തെറ്റിദ്ധരിപ്പിക്കും. നമ്മൾ സാധാരണക്കാരായ നമ്മൾ, മുവഹിദുകളായ നമ്മൾ, സലഫികളായ നമ്മൾ ഇതിനുള്ള മറുപടി നമ്മുടെ മനസ്സാക്ഷിക്ക് യോജിക്കുന്ന രൂപത്തിൽ കണ്ടെത്തൽ നിർബന്ധമാണ്. നമ്മുടെ അറിവിനെ ഊട്ടിയുറപ്പിക്കാം, അല്ലാതെ അവർക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ആദ്യം നമ്മെ പഠിപ്പിക്കണം. സത്യത്തിൽ എങ്ങനെയാണോ തൗഹീദ് എന്നത് ഖുർആനിനും സുന്നത്തിനും പരിചയമില്ലാത്ത ഒരു പുതുനിർമ്മിതിയാണോ, പുത്തൻ സാങ്കേതിക ശബ്ദമാണോ? ഒരിക്കലുമല്ല. 5 മിനിറ്റ് കൂടുതൽ എടുക്കാം അല്ലേ? പ്രയാസമില്ലല്ലോ. തൗഹീദിന്റെ ഈ വാക്ക് അതിന് ഖുർആനിൽ നിന്നുള്ള സുന്നത്തിൽ നിന്നുള്ള തെളിവുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ്. സത്യത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളിലൂടെ, അവരുടെ പ്രബോധനങ്ങളിലൂടെ, അവരുടെ സമൂഹത്തെ ക്ഷണിച്ച തൗഹീദിലേക്കുള്ള ക്ഷണത്തിന്റെ വാചകങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ച വാക്കാണ് തൗഹീദ് എന്നത്. തൗഹീദ് എന്നത് വഹദ യുവഹിദു തൗഹീദ്, വാഹിദ്. ഈ വാക്കൊക്കെ മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ള വാക്കുകളാണ്. വാഹിദ് എന്നത് തൗഹീദിൽ നിന്ന് നിഷ്പന്നമായതാണ്. തൗഹീദിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് വാഹിദും അതുപോലെ തന്നെ വഹദയും അഹദും. ഈ പ്രയോഗങ്ങൾ ഖുർആനിലുടനീളം നമുക്ക് കാണാം. അല്ല, ഖുർആൻ മുഴുവൻ ഈ തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അത്തരത്തിലുള്ള ചില ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 163-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ഇലാഹ് വാഹിദായ ഏകനായ ഇലാഹാണ്. വാഹിദ് എന്ന് തൗഹീദിൽ നിന്നുണ്ടായതാണ്. തൗഹീദും വാഹിദും എല്ലാം ഒരേ അച്ചിൽ വാർത്തെടുക്കപ്പെട്ട പദപ്രയോഗങ്ങളാണ്. തൗഹീദിന്റെയും വാഹിദിന്റെയും അടിസ്ഥാനം ഒന്നാണ്. വാവ് ഹാ ദാൽ. ഏതൊരു മനുഷ്യനും, ഏതൊരു സാമാന്യ മുസ്ലിമിനും, അറബി ഭാഷ സാമാന്യം അറിയുന്ന ഏതൊരാൾക്കും ഈ വാഹിദ് എന്ന് പറഞ്ഞ ഖുർആനിൽ ഈ പ്രയോഗത്തിന് തൗഹീദുമായി ബന്ധമില്ല, ഭാഷാപരമായി പോലും ബന്ധമില്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹു നിങ്ങളുടെ ഇലാഹ് അവൻ ഏകനാണ്, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, അവൻ റഹ്മാനാണ്, റഹീമാണ്. സൂറത്തുൽ ബഖറയിലെ 163. സൂറത്തുൻ നിസായിലെ 171 അള്ളാഹു പറഞ്ഞു, ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ഏകനായ ഇലാഹാണ്. വാഹിദ്, വീണ്ടും വാഹിദ് എന്ന് ആവർത്തിച്ചു. തൗഹീദിലേക്ക് ചേരുന്ന പ്രയോഗമാണത്. മാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹും വാഹിദ്. സൂറത്തുൽ മാഇദ 73 അവിടെയും വാഹിദ് എന്ന പ്രയോഗം. അർത്ഥം ഞാൻ പറയുന്നില്ല. സൂറത്തുൽ അൻആമിലെ 19 ഇന്നമാ ഹുവ ഇലാഹും വാഹിദ് വ ഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ. അള്ളാഹു അനാകുന്ന ഏകനായ ഇലാഹ്, നിങ്ങൾ ആരാധിക്കുന്ന അവനോട് ശിർക്ക് വെക്കുന്ന സകലത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ്. നബിയോട് പറയാൻ വേണ്ടി പറയാൻ അവിടെയും വാഹിദ് വന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. സൂറത്തു ഫുസ്സിലത്ത് 6. ദാലികും ബിഅന്നഹു ഇദാ ദുഇയ അല്ലാഹു വഹ്ദഹു. വഹ്ദ എന്നുള്ള പ്രയോഗം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അവിടുത്തെ വഹ്ദ എവിടുന്നാ വന്നത്? തൗഹീദിൽ നിന്ന് നിഷ്പന്നമായതാണ്. വഹ്ദ, അല്ലാഹു ഏകനാണ്. സൂറത്ത് ഗാഫിറിലെ 12-ാമത്തെ ആയത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മുവഹിദുകളുടെ നേതാവാണ്. അദ്ദേഹം തന്റെ സമൂഹത്തിനോട് പറഞ്ഞ ആയത്ത് ഞാൻ നേരത്തെ കേൾപ്പിച്ചു. അതിൽ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഉപ്പാനോടും സമൂഹത്തോടും എന്താ പറഞ്ഞത്? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ. അവിടെ വഹ്ദ തൗഹീദുമായി ബന്ധമുള്ള വാക്കാണ്. ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ്, അമ്പിയാക്കളുടെ പാരമ്പര്യമാണത്, ഖുർആനിന്റെ പാരമ്പര്യമാണ് തൗഹീദ് എന്ന പ്രയോഗം. മനസ്സിലായല്ലോ? ഇനി സുന്നത്തിൽ, ഹദീസുകളിൽ ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. ഇതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാവുന്ന ഹദീസ്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധന ദൗത്യവുമായി അയക്കുമ്പോൾ നബി മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഉപദേശിക്കുകയാണ്. ഓ മുആദ്, താങ്കൾ ചെല്ലുന്നത് വേദക്കാർ, തൗറാത്തിന്റെയും ഇൻജീലിന്റെയും വക്താക്കൾ, ജൂത നസാറാക്കൾ തിങ്ങിപ്പാർക്കുന്ന യമനിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കാണ്. ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല. താങ്കൾ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് എന്തിലേക്കാണ്? ഇലാ അൻ യുവഹിദുല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കണമെന്ന തൗഹീദിലേക്കാണ് താങ്കൾ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത്.
വഹദ യുവഹിദു തൗഹീദ്. തൗഹീദിന്റെ അടിത്തറയാണ്, അതിന്റെ ഭൂതകാല ക്രിയയാണ് വഹദ, അതിന്റെ ഫ്യൂച്ചർ ടെൻസ് ആണ് യുവഹിദു. ആ പ്രയോഗമാണ് ഇവിടെ തൗഹീദുമായി ബന്ധമുണ്ട്, നബി പ്രയോഗിച്ച പ്രയോഗമാണ്. ഈ ഹദീസിന്റെ വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ ഇതിന്റെ ശവാഹിദുകളായി പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, ഫദ്ഉഹും ഇല തൗഹീദ്, തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുക. തൗഹീദ് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചതായി കാണാം, നബിയുടെ പ്രയോഗമാണത്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസിൽ ഇസ്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ അവിടെ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ, 5 കാര്യങ്ങൾക്കുമേൽ, 5 തൂണുകൾക്കുമേൽ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താ? ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കലിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റിപ്പോർട്ടിൽ ഷഹാദത്ത് കലിമയെ പരിചയപ്പെടുത്തിയത് ഇസ്ലാം കാര്യങ്ങൾ ഒന്നായി എണ്ണിയത് അലാ അയ്യുവഹിദല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കുന്ന തൗഹീദാണ് ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിലെ അംർ ഇബ്നു അബസ അസ്സുലമി റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, നബിയെ എന്തുകൊണ്ടാണ് താങ്കൾ നിയുക്തനായത്? താങ്കൾ അയക്കപ്പെട്ടത് എന്തൊരു സന്ദേശത്തിന്റെ പേരിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അർസലനി ബിസിലത്തിൽ അർഹാം, കുടുംബബന്ധം ചേർക്കണമെന്ന് എനിക്ക് സന്ദേശമായി നൽകപ്പെട്ടു. വകസ്രിൽ ഔസാൻ, അല്ലാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ തച്ചുടക്കണമെന്ന് എനിക്ക് സന്ദേശം നൽകപ്പെട്ടു. വഅയ്യുവഹിദല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കണമെന്നും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുതെന്നും എനിക്ക് സന്ദേശമായി നൽകി. തൗഹീദ് അയ്യുവഹിദല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചു. അതുപോലെ തന്നെ ഇമാം അഹ്മദിന്റെ മുസ്നദിലും ഇതിന്റെ അടിത്തറ, ഇതിന്റെ അടിസ്ഥാനം ബുഖാരിയിലും മുസ്ലിമിലും കാണാമെന്ന് മുഹദ്ദിസുകൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ പറ്റി, ജാഹിലിയത്തിൽ ഒരു മനുഷ്യനെ പറ്റി പറയാണ്. ജാഹിലിയത്തിൽ മോശം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു മനുഷ്യനെ പറ്റി പറയാണ്, അതല്ലെങ്കിൽ തിന്മകളിൽ ആറാടിയ ഒരു മനുഷ്യനെ പറ്റി പറയാണ്. ലം യഅമൽ ഖൈറൻ ഖത്തു ഇല്ല തൗഹീദ്, പക്ഷെ അയാളിൽ ഒരു മഹത്തായ നന്മയുണ്ട്, ആ നന്മ തൗഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കഥ ഗുണപാഠമായി സ്വഹാബത്തിന് പറയാണ്. അയാൾ മോശമായി ജീവിച്ച ഒരാളാണ്, നിങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു വ്യക്തി, പക്ഷെ അയാളിൽ ഒരു നന്മയുണ്ട്, ഒരൊറ്റ നന്മ. ആ നന്മ എന്താണെന്ന് നബി പറയുന്നിടത്ത് അത്തൗഹീദ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, സ്വഹീഹുൽ ബുഖാരിയിലെ മുസ്ലിമിലും ഇതിന്റെ അടിസ്ഥാന റിപ്പോർട്ട് കാണാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നബിയുടെ ഹജ്ജ് വിശദമായി വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, നബിയുടെ ഹജ്ജത്തുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയ രംഗം വിശദീകരിക്കവേ അഹല്ല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജതിഹി ബിത്തൗഹീദ്, നബി ഹജ്ജിന് വേണ്ടി തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇഹ്റാം കെട്ടി, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇഹ്റാം കെട്ടി ബിത്തൗഹീദ്, തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ, അതായത് തൗഹീദിന്റെ വാചകങ്ങളാകുന്ന തൽബിയത്ത് കൊണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ ഉദ്ദേശിക്കുന്നത്. ആ തൗഹീദിന്റെ വാചകങ്ങൾ കൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നബി ഇഹ്റാമിൽ പ്രവേശിച്ചു, തൽബിയത്ത് ചൊല്ലി എന്ന് ഈ ഹദീസിൽ തൗഹീദ് എന്ന പ്രയോഗം ജാബിർ റളിയല്ലാഹു അൻഹു പ്രയോഗിച്ചിരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവായിരുന്ന ആസ് ഇബ്നു വാഇൽ, അദ്ദേഹം ജാഹിലിയത്തിൽ നേർന്ന ഒരു നേർച്ചയെപ്പറ്റി നബിയോട് ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി കൊടുക്കണം, താങ്കളുടെ പിതാവ് അമ്മ അബൂക ഫലൗ കാന അഖറ ബിത്തൗഹീദ്, തൗഹീദ് അംഗീകരിച്ചിരുന്ന ആളാണോ എങ്കിൽ അദ്ദേഹത്തിന്റെ നേർച്ച നോമ്പായും സ്വതക്കയായും താങ്കൾക്ക് നിറവേറ്റാം. അദ്ദേഹം മുശ്രിക്കല്ലാതിരുന്നു, തൗഹീദ് അംഗീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി നോമ്പെടുക്കാം, അദ്ദേഹം നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സ്വതക്ക ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചാൽ 2 ആടുകളെ, 2 ഒത്ത നല്ല ഗുണമേന്മയുള്ള ആടുകളെ അവിടുന്ന് വാങ്ങും. അങ്ങനെ അതിലൊന്ന് തൻ്റെ ഉമ്മത്തിൽ നിന്ന് മിമ്മൻ അഖറ ബിത്തൗഹീദ്,
തൗഹീദുള്ള മുവഹിദുകളായിട്ടുള്ള ആളുകൾ ഉലൂഹിയത്ത് അറുക്കാൻ ശേഷിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി അവിടുന്ന് അറുക്കും. ആർക്ക്? ഉലൂഹിയത്ത് അറുക്കാൻ ശേഷിയില്ലാത്ത അഖറ ബിത്തൗഹീദ്, തൗഹീദ് അംഗീകരിക്കുന്നവർക്ക് വേണ്ടി നബി അത് അറുക്കും. അവർക്ക് അതിന്റെ പ്രതിഫലമെത്തും. മറ്റൊന്ന്, അവിടുന്ന് തൻ്റെ കുടുംബത്തിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മറക്കും. ഇവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് എന്ന പ്രയോഗം കാഴ്ചവെച്ചിരിക്കും. അപ്പം അതുകൊണ്ട് തൗഹീദ് എന്ന പ്രയോഗം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അംബിയാക്കളുടെയും അഹ്ലുസുന്ന വൽ ജമാഅയുടെയും പാരമ്പര്യമാണ്. അത് ഇസ്ലാമിൻ്റെ മഹത്തായ അടിത്തറയാകുന്ന സാങ്കേതിക ശബ്ദമാണ്. അത് നെഞ്ചേറ്റാൻ, അത് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാൻ, അത് ആവർത്തിച്ചാവർത്തിച്ചുരുവിടാൻ നമുക്കൊരു അലർജിയും ഒരു മടുപ്പും ഒരവജ്ഞയും വേണ്ടതില്ല. അതിൻ്റെ ശത്രുക്കൾ എത്ര ഘോരഘോരമായി ശബ്ദിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഹീദ് മുറുകെ പിടിച്ച് അതിലായി ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.